കൃഷി, ആരോഗ്യം, വിദ്യാഭ്യാസം, പശ്ചാത്തല മേഖല എന്നിങ്ങനെ സമഗ്ര മേഖലയെയും സ്പർശിച്ചുകൊണ്ട് വടകര നഗരസഭ 2026-27 വർഷത്തെ ബജറ്റ് ഡെപ്യൂട്ടി ചെയർപേഴ്സൺ KM ഷൈനി അവതരിപ്പിച്ചു. നഗരസഭാ കൌൺസിൽ ഹാളിൽ നടന്ന ബജറ്റ് അവതരണത്തിന് മുന്നോടിയായി ചെയർമാൻ PK ശശി ആമുഖ പ്രസംഗം നടത്തി. നാളവും വയൽ കേന്ദ്രീകരിച്ച് കൃഷിക്ക് ഊന്നൽ നൽകി ടൂറിസം സാധ്യമാക്കുന്ന വടകര വില്ലേജ് ടൂറിസം പദ്ധതി കോട്ടപ്പറമ്പ് വികസനം സാധ്യമാകുന്നതോടൊപ്പം ഒഴിഞ്ഞുകിടക്കുന്ന സ്ഥലം താൽക്കാലികമായി കുടുംബശ്രീ പ്രവർത്തകർക്ക് ഉപയോഗപ്രദമാക്കുന്ന നാരി ഫുഡ് സ്ട്രീറ്റ്, ഹെൽത്ത് ATM, ഹോം സ്റ്റേ സംവിധാനം എന്നിവയ്ക്ക് ബജറ്റ് ഊന്നൽ നൽകി. ഉദ്യോഗസ്ഥന്മാർ, പത്രക്കാർ, ക്ഷണിക്കപ്പെട്ട് ഇവിടെ എത്തിയിട്ടുള്ള ബഹുമാന്യർ, 2026-27 ബജറ്റ് അവതരണമാണ് നടക്കുന്നത്. അജണ്ടയിലേക്ക് കടത്തുകയാണ്. ഒന്ന് വിഷയം വടകര നഗരസഭയുടെ 2025-26 വർഷത്തെ പുതുക്കിയ ബജറ്റും 2026-27 വർഷത്തെ മതിപ്പ് ബജറ്റും കൗൺസിൽ അംഗീകാരത്തിനായി. വിവരണം: വടകര നഗരസഭയുടെ 2025-26 വർഷത്തെ പുതുക്കിയ ബജറ്റും 2026-27 വർഷത്തെ മതിപ്പ് ബജറ്റും കൗൺസിൽ അംഗീകാരത്തിനായി ഇതോടൊപ്പം സമർപ്പിക്കുന്നു. ബജറ്റ് ചർച്ച ചെയ്ത് അംഗീകരിക്കുന്ന വിഷയം കൗൺസിൽ പരിഗണനയ്ക്കായി. ബജറ്റ് അനാവരണത്തിനായി ഡെപ്യൂട്ടി ചെയർപേഴ്സണെ ക്ഷണിക്കുകയാണ്. ഇപ്പം വരും. അനാവരണം ചെയ്തതിന് ശേഷം ഈ പുസ്തകം നിങ്ങളുടെ കയ്യിലേക്ക് വരും. ആദ്യത്തെ ബഡ്ജറ്റ് അവതരണമാണ്. ചിലപ്പോൾ എന്തെങ്കിലും പോരായ്മകളൊക്കെ ഇതിൽ കണ്ടേക്കും. എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അത് തിരുത്തി പോകുവാൻ വേണ്ടി കഴിയും എന്നുള്ളതാണ് നിങ്ങളോട് പറയാനുള്ളത്. ഈ ചെയർപേഴ്സണിൻ്റെ പ്രസംഗമാണ് ബഡ്ജറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. അതിലേക്ക് കടക്കുകയാണ്. കേൾക്കുന്നുണ്ടല്ലോ? ശബ്ദം കുറവാണ്. ഇത്രയാണ് ശബ്ദമുള്ളൂ. പിന്നെ ആടെ ഇരുന്ന് പറയണ്ടേ? അതൊരു സുഖമില്ല. അതെ, ശബ്ദം ചെയർപേഴ്സൺ വായിക്കുമ്പോൾ ചിലപ്പോൾ ഡെപ്യൂട്ടി കൂടി വരുമെന്നാണ് പറയുന്നത്. അപ്പം ഞാൻ ഇതിലേക്ക് കടക്കുക. 2026-27 വർഷത്തേക്കുള്ള വടകര നഗരസഭയുടെ ബഡ്ജറ്റ് അവതരണത്തോടനുബന്ധിച്ചുള്ള ചെയർപേഴ്സൻ്റെ പ്രസംഗമാണ്. ബഹുമാനപ്പെട്ട വടകര നഗരസഭ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ, ബഹുമാന്യരായ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാർ, നഗരസഭാ കൗൺസിൽ അംഗങ്ങൾ, നഗരസഭാ സെക്രട്ടറി, മുനിസിപ്പൽ എഞ്ചിനീയർ, നഗരസഭാ ജീവനക്കാർ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ, ആസൂത്രണ സമിതി അംഗങ്ങൾ, മുനിസിപ്പൽ റിസോഴ്സ് പേഴ്സൺ, നിർവഹണ ഉദ്യോഗസ്ഥന്മാർ, പത്ര ദൃശ്യ മാധ്യമ പ്രവർത്തകരെ, സുഹൃത്തുക്കളെ, കേരള മുനിസിപ്പാലിറ്റി നിയമത്തിലെ 256 വകുപ്പ് പ്രകാരവും ബജറ്റ് തയ്യാറാക്കലുമായി ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരവും നികുതി ധനകാര്യ സ്ഥിര സമിതി തയ്യാറാക്കിയ 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് ഈ കൗൺസിൽ മുമ്പാകെ അവതരിപ്പിക്കുകയാണ്. ബജറ്റ് അവതരണത്തോടനുബന്ധിച്ച് മുനിസിപ്പാലിറ്റി നിയമത്തിലെ വകുപ്പ് 257 പ്രകാരമുള്ള ആമുഖ പ്രസംഗമാണ് ഞാനിവിടെ നടത്തുന്നത്. ഈ കൗൺസിൽ 21/12/2025 നിലവിൽ വന്നതിന് ശേഷമുള്ള പ്രഥമ ബജറ്റാണ് ഇന്നിവിടെ അവതരിപ്പിക്കപ്പെടുന്നത്. 48 വാർഡുകളിലായി 75,000-ലധികം ജനസംഖ്യയുള്ള ഈ നഗരം കേരളത്തിലെ ഏറ്റവും ജനസാന്ദ്രത കൂടിയ നഗരങ്ങളിലൊന്നാണ്. 1956 രൂപ കൊണ്ട വടകര നഗരസഭ പിന്നിട്ട 69 സംവത്സരക്കാലം നഗരസഭാ പ്രദേശത്ത് അധിവസിക്കുന്ന ജനതയുടെ അടിസ്ഥാന ആവശ്യങ്ങൾ ഏറെക്കുറെ പരിഹരിക്കാൻ മുൻകാല ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടുണ്ട്. റോഡുകൾ, തെരുവുവിളക്കുകൾ, കുടിവെള്ള വിതരണം എന്നിവയിൽ മാതൃകാപരമായ നേട്ടങ്ങൾ കൈവരിക്കാൻ നഗരസഭയ്ക്ക് ഇതിനോടകം കഴിഞ്ഞിട്ടുണ്ട്. ബഹുമാന്യനായ ഡോക്ടർ ബാലകൃഷ്ണൻ ചെയർമാൻ തുടങ്ങിവെച്ച വടകര നഗരസഭയുടെ വികസന പദ്ധതികൾ 2025-26 സാമ്പത്തിക വർഷം പിന്നിടുമ്പോൾ പുതുതായി ചുമതലയേറ്റ ഭരണസമിതി സംസ്ഥാന സർക്കാരിൻ്റെ നവകേരളം കർമ്മ പദ്ധതിയും അതിൻ്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തിയ മറ്റ് മിഷനുകളുടെയും ഏകോപനത്തോടെ കഴിഞ്ഞ ഭരണസമിതി സംസ്ഥാനത്തിന് മാതൃകയാക്കാവുന്ന ഒട്ടേറെ നൂതന പദ്ധതികൾ പൂർത്തീകരിച്ച് ജനസമക്ഷം സമർപ്പിച്ചുകൊണ്ടാണ് കാലാവധി പൂർത്തീകരിച്ചത്. കഴിഞ്ഞ ഭരണസമിതി തുടങ്ങിവെച്ച ഒട്ടേറെ പദ്ധതികൾ ഇനിയും മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. കഴിഞ്ഞ ഭരണസമിതി പൂർത്തീകരിച്ച പുതിയ ഓഫീസിൻ്റെ നിർമ്മാണം പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതാണ്. 1962 മുതൽ ബഹുമാന്യനായ ഡോക്ടർ PP ബാലകൃഷ്ണൻ ചെയർമാൻ തുടങ്ങിവെച്ച കാലയളവ് മുതൽ
2025 മുതൽ ശ്രീമതി KP ബിന്ദുവിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയുടെ കാലയളവ് വരെ ഒട്ടനവധി പദ്ധതികളിലൂടെ വടകര നഗരസഭയുടെ സർവ്വതോമുഖമായ വികസനം സാക്ഷാത്കരിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. 1998 തുടങ്ങിവെച്ച ലോകത്തിന് തന്നെ മാതൃകയായ അധികാര വികേന്ദ്രീകരണത്തിൻ്റെ മൂർത്തിഭാവമായ ജനകീയ ആസൂത്രണ പ്രസ്ഥാനം പദ്ധതി ആസൂത്രണത്തിൽ പൊതുജന പങ്കാളിത്തം ഇഴുകിച്ചേർന്ന ഒരു പുതിയ ആസൂത്രണ സംസ്കാരം തന്നെ രൂപപ്പെടുത്തുകയുണ്ടായി. അധികാരം ജനങ്ങളിലേക്ക് എന്ന ജനാധിപത്യ ആപ്തവാക്യത്തിൻ്റെ യഥാർത്ഥ അന്തസ്സത്തെ ഉൾക്കൊണ്ടുകൊണ്ട് വികസന പദ്ധതികളാണ് നാടിൻ്റെ നാനാ വികസനത്തിന് അടിത്തറയായത്. നമ്മുടെ മുൻഗാമികൾ ആഗ്രഹിച്ച നഗരസഭയ്ക്ക് പുതിയ ഓഫീസ് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞ ഭരണസമിതിക്കായി എന്നത് എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന കാര്യമാണ്. നെറ്റ് സീറോ കാർബൺ പദ്ധതിക്ക് സംസ്ഥാനത്ത് ആദ്യമായി പദ്ധതികൾ ആവിഷ്കരിച്ച് വടകര മാറുകയാണ്. കേരളത്തിലെ ആദ്യത്തെ നെറ്റ് സീറോ സ്ഥാപനമായി മാറാനുള്ള യജ്ഞത്തിലാണ് നമ്മുടെ ആയുർവേദ ആശുപത്രി. നഗരസഭയുടെ വിവിധ പദ്ധതികൾക്ക് വടകരയിലെ പൊതുസമൂഹവും നഗരസഭാ ജീവനക്കാരും സംസ്ഥാന സർക്കാരിൻ്റെ വിവിധ മിഷനുകളുടെ ഭാഗമായി വന്ന ഉദ്യോഗസ്ഥരും നൽകിയ നിർലോഭമായ പിന്തുണയും സഹകരണവും കൊണ്ടാണ് എല്ലാ പദ്ധതികളും പൂർത്തീകരിക്കാൻ നമുക്ക് സാധിച്ചത് എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ്. നമ്മുടെ പൂർവികർ തുടങ്ങിച്ച വിവിധ പദ്ധതികൾ കൂടുതൽ കാര്യക്ഷമതയോടും കാലഘട്ടത്തിനനുസരിച്ച് നൂതന ആശയങ്ങൾ കൂടി ഉൾപ്പെടുത്തി ഇനിയും മെച്ചപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി മുൻഗാമികൾ തുടങ്ങിവെച്ച കോട്ടപ്പറമ്പ് നവീകരണം പോലെയുള്ള പദ്ധതിക്ക് ഈ കൗൺസിൽ കാലയളവിൽ തുടർച്ച വരേണ്ടതുണ്ട്. അതേപോലെ തരിശായി കിടക്കുന്ന നാളോവയൽ പാടശേഖരങ്ങളിൽ പ്രതീക്ഷയുടെ പുലരിവിരിയുന്ന നൂതന ആശയങ്ങൾ രൂപപ്പെടുത്താനും അതുവഴി നഗരസഭയുടെ പെരുമ കേരളമാകെ പടരാനും ആവശ്യമായ ശ്രമം നമ്മൾ ആവിഷ്കരിക്കേണ്ടതുണ്ട്. വടകരയുടെ ടൂറിസം മേഖലയിലുള്ള സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തി കൂടുതൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന ഒരു തുരുത്തായി വടകരയെ എങ്ങനെ മാറ്റാൻ കഴിയും എന്നതും ഈ കൗൺസിൽ കാലയളവിൽ നമ്മൾ സജീവമായി പരിഗണിക്കേണ്ട വിഷയമാണ്. നഗരവാസികൾക്ക് നിലവിൽ നൽകി വരുന്ന ചികിത്സാ സൗകര്യങ്ങളോടൊപ്പം ആരോഗ്യമേഖലയിൽ കുറച്ചുകൂടി മെച്ചപ്പെട്ട സേവനങ്ങൾ എന്ന നിലയിൽ ടെലിമെഡിസിൻ പോലുള്ള സംവിധാനങ്ങൾ ഫലപ്രദമായി നടപ്പിലാക്കുന്നതിനും കൂടാതെ നല്ലൊരു ഭക്ഷ്യ സംസ്കാരത്തിന് ഊന്നൽ നൽകി ഫുഡ് സ്ട്രീറ്റുകൾ ആരംഭിക്കേണ്ടതിൻ്റെ ആവശ്യകതയെ നമ്മൾ ഏറ്റെടുക്കേണ്ടതുണ്ട്. സാംസ്കാരിക ചത്വരത്തിൻ്റെ പ്രവർത്തനങ്ങൾ ദിശ കായിക പദ്ധതി വിദ്യാഭ്യാസ രംഗത്ത് നടപ്പിലാക്കി വരുന്ന സ്പേസ് സ്കോളർ ശുചിത്വ രംഗത്തെ ഹരിതകർമ്മസേന അരികെ പാലിയേറ്റീവ് പദ്ധതി പരിച ലഹരിമുക്ത ബോധവൽക്കരണ പരിപാടി പുതിയാപ്പ് ട്രെൻഡിംഗ് ഗ്രൗണ്ട് ബയോമൈനിങ് നീന്തൽ പരിശീലനം ഇൻഡോർ സ്റ്റേഡിയം സാംസ്കാരിക അക്കാദമി കുടിവെള്ള പദ്ധതി നഗര സൗന്ദര്യവൽക്കരണം നഗര ക്യാമറ കണ്ണിൽ റെസ്റ്റ് ഹൗസ് റെയിൽവേ കണക്ടിവിറ്റി റോഡ് എന്നിവ അതിൽ ചിലത് മാത്രം. നമ്മുടെ പുതിയ ചുവടുവെപ്പിന് ജനപ്രതിനിധികളുടെയും ജീവനക്കാരുടെയും പൊതുജനങ്ങളുടെയും പത്രദൃശ്യ മാധ്യമ സുഹൃത്തുക്കളുടെയും അകമഴിഞ്ഞ പിന്തുണയും സഹകരണവും പ്രതീക്ഷിച്ചുകൊണ്ടും എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് 2025-26 വർഷത്തെ പുതുക്കിയ ബജറ്റും 2026-27 വർഷത്തെ മതിപ്പ് ബജറ്റും അവതരിപ്പിക്കുന്നതിനായി നഗരസഭ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ ശ്രീമതി KM ഷൈനിയെ ബഹുമാന പുരസ്കാരം ക്ഷണിച്ചുകൊള്ളുന്നു. ക്രിയാത്മകമായ നിർദ്ദേശങ്ങളും ചർച്ചകളും അംഗങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുമെന്ന പ്രതീക്ഷയോടെ ഈ ബജറ്റ് പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട ചെയർപേഴ്സൺ, ബഹുമാന്യരായ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാർ, കൗൺസിലർമാർ, മുനിസിപ്പൽ സെക്രട്ടറി, ഉദ്യോഗസ്ഥന്മാർ, നിർവഹണ ഉദ്യോഗസ്ഥർ, ആസൂത്രണ സമിതി അംഗങ്ങൾ, CDS ചെയർപേഴ്സൺമാർ, റിസോഴ്സ് പേഴ്സൺ, സാക്ഷരതാ പ്രേരകന്മാർ, കുടുംബശ്രീ പ്രവർത്തകർ, ആശാവർക്കർമാർ, അംഗൻവാടി പ്രവർത്തകർ, ഹരിതകർമ്മസേനാ അംഗങ്ങൾ, പത്രദൃശ്യ മാധ്യമ പ്രവർത്തകരെ, മറ്റു പ്രിയപ്പെട്ടവരെ, വടകരയിലെ ആദ്യത്തെ തദ്ദേശ സഭ 1913 യൂണിയൻ ബോർഡ് എന്ന പേരിലാണ് നിലവിൽ വന്നത്. 1952 വടകര പഞ്ചായത്തായി മാറുകയും 1958 മുതൽ വടകര നഗരസഭയായി ഉയർത്തപ്പെടുകയും ചെയ്യുകയുണ്ടായി. 1962 വടകര നഗരസഭയിൽ ആദ്യത്തെ തിരഞ്ഞെടുക്കപ്പെട്ട കൗൺസിൽ അധികാരത്തിൽ വന്നത്. കേരളീയ നവോത്ഥാനത്തിൻ്റെയും ദേശീയ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെയും പുരോഗമന ജനാധിപത്യ പ്രസ്ഥാനത്തിൻ്റെയും വിളഭൂമിയായിരുന്ന വടകരയിൽ പ്രാദേശിക ഭരണത്തിൻ്റെ വാതായനങ്ങൾ തുറക്കപ്പെടുന്നത് 1962 നമുക്കേവർക്കും അറിവുള്ള കാര്യമാണല്ലോ. ഈ പ്രാദേശിക ഭരണ വ്യവസ്ഥയെ 1962 മുതൽ 1997 വരെയുള്ള ഒരു ഘട്ടവും 1997 ശേഷമുള്ള പുതിയ ഘട്ടവും എന്ന നിലയിൽ രണ്ടായി തിരിക്കാവുന്നതാണ്. രണ്ടാം ഘട്ടത്തിലാണ് വിസ്മയകരമായ പുരോഗതിയിലേക്ക് വടകര മുന്നേറിയത്. സർവതലസ്പർശിയായ വികസന മുന്നേറ്റമാണ് ഈ കാലയളവിൽ വടകരയിൽ ഉണ്ടായത്. അതിദാരിദ്ര്യമുക്തമായ വടകര മുതൽ പുതിയ മുനിസിപ്പൽ കെട്ടിടം വരെയുള്ള നേട്ടങ്ങൾ സമാനതകളില്ലാത്തവയായിരുന്നു. സംസ്ഥാനത്തിനാകമാനം മാതൃകയായ മാലിന്യ പരിപാലന രംഗത്തെ പ്രവർത്തനങ്ങളും ഹരിതകർമ്മസേനയുടെ രൂപീകരണവും ഇക്കൂട്ടത്തിൽ എടുത്തു പറയേണ്ടതാണ്. നെറ്റ് സീറോ കാർബൺ പ്രവർത്തനങ്ങളുടെ ആദ്യഘട്ടത്തിൽ തന്നെ സംസ്ഥാന തലത്തിൽ ശ്രദ്ധ നേടാൻ നമ്മുടെ നഗരസഭയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. നടന്ന കാര്യങ്ങൾ ആവർത്തിക്കുന്നില്ല.
പുതിയ കാലത്തിൻ്റെ വെല്ലുവിളികളെ അതിജീവിക്കാനുള്ള ഭാവി പ്രവർത്തനങ്ങൾ കരുപിടിപ്പിക്കുന്നതിനുള്ള കൂട്ടായ ആലോചനകളിലേക്കും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രൊജക്റ്റുകളിലേക്കും നമുക്ക് കടക്കേണ്ടതുണ്ട്. പുതിയ കാലത്തിലെ നഗരാസൂത്രണ പ്രവർത്തനങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മുടെ പരിഗണനയിൽ വരേണ്ട പ്രധാന വിഷയങ്ങൾ എന്തെല്ലാമാണ്? 2050 ലോക ജനസംഖ്യയുടെ 68% നഗര ജനസംഖ്യ എന്നാണ് കണക്കാക്കുന്നത്. ഏതാണ്ട് 50%-ലധികം ജനങ്ങൾ ഇന്ത്യയിൽ ഈ കാലയളവിൽ നഗരവാസികളായി മാറുമ്പോൾ കേരളത്തിലെ ആകെ ജനസംഖ്യയിൽ 80.7% 2050 നഗരത്തിൽ ജീവിക്കുന്നവരായിരിക്കും. ഇത് കേരളത്തിലെ നഗരവികസനത്തെ സംബന്ധിച്ചിടത്തോളം പുതിയ ഘട്ടത്തെയാണ് കുറിക്കുന്നത്. കേരളം മുന്നോട്ട് വയ്ക്കുന്ന ജനകീയ രാഷ്ട്രീയത്തിൻ്റെ അടിത്തറയിൽ ഉറച്ചു നിന്നുകൊണ്ട് നഗരവൽക്കരണത്തിൻ്റെ സാധ്യതകളെ വരും തലമുറയ്ക്ക് ഉപയോഗിക്കാൻ കഴിയും വിധത്തിലുള്ള ഒരു വികസന പരിപ്രേക്ഷ്യം നമുക്ക് വടകരയിലും രൂപപ്പെടുത്തേണ്ടതുണ്ട്. കേരളം ആവിഷ്കരിച്ച നഗരനയത്തിൻ്റെ അടിസ്ഥാനത്തിൽ വടകരയുടെ നഗരാസൂത്രണം എന്ന വലിയ വെല്ലുവിളികളെയാണ് നമുക്ക് പുതിയ ഭരണസമിതിയുടെ കാലയളവിൽ അഭിസംബോധന ചെയ്യാനുള്ളത്. സ്ഥലപരമായ ആസൂത്രണം എന്നത് ഇക്കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. വടകരയുടെ മാസ്റ്റർ പ്ലാൻ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടെങ്കിലും അവയ്ക്ക് ഒട്ടേറെ പരിമിതികളുണ്ട്. ഈ മാസ്റ്റർ പ്ലാനിൽ വരുത്തേണ്ട കാലോചിതമായ പരിഷ്കാരങ്ങൾ വരുത്താൻ കഴിയേണ്ടതുണ്ട്. കാലാവസ്ഥാ അതിജീവന ശേഷിയുള്ള നഗരവൽക്കരണം എന്ന ആശയത്തിൽ ഉറച്ചു നിന്നുള്ള പ്രവർത്തനങ്ങളിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ സംസ്ഥാനാടിസ്ഥാനത്തിൽ തന്നെ മികച്ച തുടക്കം കുറിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത 5 വർഷത്തിനുള്ളിൽ കാർബൺ ന്യൂട്രൽ വടകര എന്ന ലക്ഷ്യത്തിലേക്കുള്ള 50% പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാനുള്ള പ്രവർത്തനങ്ങൾ ആവിഷ്കരിക്കണം. ആരോഗ്യവും ക്ഷേമവും നിലനിൽക്കുന്ന വടകര എന്ന ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിനായി നഗരത്തിലെ എല്ലാ വീടുകളിലും ശുദ്ധജലം എത്തുമെന്ന് ഉറപ്പുവരുത്തണം. ശുദ്ധജല വിതരണത്തിനിടയിൽ നഷ്ടമാകുന്ന വെള്ളത്തിൻ്റെ അളവ് കുറയ്ക്കുന്നതിനായി കാലപ്പഴക്കമുള്ള പൈപ്പുകൾ മാറ്റിസ്ഥാപിക്കാനുള്ള പ്രവർത്തനങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടത്തണം. വയോജനങ്ങളുടെ എണ്ണം പ്രതിവർഷം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. ജനസംഖ്യാപരമായ ഈ മാറ്റം വർദ്ധിച്ചു വരുന്ന വിട്ടുമാറാത്ത രോഗങ്ങൾ, ജലമലിനീകരണം, മാലിന്യ പരിപാലനം, വായുമലിനീകരണം തുടങ്ങിയ പാരിസ്ഥിതിക ആരോഗ്യ ആശങ്കകളെയും അഭിമുഖീകരിക്കാൻ കഴിയേണ്ടതുണ്ട്. നമ്മുടെ നഗരഭരണത്തിൽ പങ്കാളിത്ത വേദികൾ കൂടുതൽ സൃഷ്ടിക്കുക എന്നത് മറ്റൊരു അടിയന്തര ലക്ഷ്യമായി ഏറ്റെടുക്കാൻ കഴിയണം. വാർഡ് സഭകൾ മുഴുവൻ പ്രവർത്തനങ്ങളാകണം. റെസിഡൻഷ്യൽ അസോസിയേഷനുകളെ വാർഡ് സഭകളുമായി ഔപചാരികമായി ബന്ധപ്പെടുത്താൻ കഴിയണം. ഗ്രന്ഥശാലകൾ, ക്ലബ്ബുകൾ, കലാസമിതികൾ എന്നിവയെയും പങ്കാളിത്ത വേദികളാക്കി മാറ്റണം. വാർഡ് സഭകൾ ചേരുന്നതിന് മുമ്പ് അജണ്ട ഇത്തരം വേദികൾക്ക് വിതരണം ചെയ്യുകയും അവരുടെ അഭിപ്രായങ്ങൾ നിയോഗിക്കപ്പെടുന്ന അവരുടെ പ്രതിനിധികൾ വഴി വാർഡ് സഭയിൽ ഉന്നയിക്കുന്നതിന് അവസരമൊരുക്കണം. നമ്മുടെ നഗരത്തിൻ്റെ അഭിമാനമായി മാറിയ നഗരസഭാ ചത്തുരത്തെ പോലെ സർഗാത്മക സാംസ്കാരിക ഇടങ്ങൾ കൂടുതലായി സൃഷ്ടിക്കപ്പെടണം. കഴിയാവുന്നത്ര പൊതു ഇടങ്ങൾ ഇതിനായി ഉപയോഗിക്കണം. സുരക്ഷിതമായ രാത്രികാല കൂടിച്ചേരലുകൾക്കുള്ള ഇടങ്ങൾ ഉണ്ടാവണം. തിരുവനന്തപുരത്തെ മാനവീയ വീതിയുടെ മാതൃകയിൽ സർഗാത്മക ആവിഷ്കാരങ്ങൾക്കുള്ള ഇടമൊരുക്കണം. വടകരയുടെ ചരിത്ര മ്യൂസിയം അടുത്ത 5 വർഷത്തിനുള്ളിൽ യാഥാർത്ഥ്യമാക്കണം. നിലവിലുള്ള വിദ്യാഭ്യാസ പദ്ധതിയായ സ്പേസിന് അർത്ഥവത്തായ തുടർച്ചകൾ ഉണ്ടാവണം. പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾ ഫലപ്രദമായി തുടരാനുള്ള പരിപാടി ആസൂത്രണം ചെയ്യണം. നമ്മുടെ സമൂഹം നേരിടുന്ന രൂക്ഷമായ വികസന പ്രശ്നമാണ് സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്ത നിരക്ക് വർദ്ധിപ്പിക്കുക എന്ന കാര്യം. വിജ്ഞാന കേരളം തൊഴിൽ നൈപുണ്യ പ്രവർത്തനങ്ങൾ കുടുംബശ്രീയുടെ പ്രധാന അജണ്ടയാക്കി മാറ്റി അടുത്ത 5 വർഷത്തിനുള്ളിൽ ലക്ഷ്യത്തിൻ്റെ 50%-ലെത്താൻ സാധിക്കണം. പുതിയ ഭരണസമിതിയുടെ ആദ്യ ബജറ്റാണിത്. ഈ ബജറ്റ് വർഷം തന്നെ അടുത്ത 5 വർഷത്തെ പദ്ധതികൾ ആവിഷ്കരിക്കണം. വരും വർഷങ്ങളിലെ ബജറ്റുകളിൽ അവ പ്രതിഫലിപ്പിക്കണം. വിഷൻ 2033 വടകര നമുക്ക് കൂട്ടായ ആലോചനകളിലൂടെ രൂപകൽപ്പന ചെയ്ത് പുതിയ കാലത്തെ വടകരയുടെ സൃഷ്ടിക്കു വേണ്ടി നമുക്ക് കൂട്ടായി മുന്നേറാം. നഗരഭരണവും കാര്യക്ഷമമായ ജനസേവനവും കാലഘട്ടത്തിനനുസൃതമായി മെച്ചപ്പെടുത്തേണ്ടത് അനിവാര്യമാണ്. ഇതിൻ്റെ ഭാഗമായി കഴിഞ്ഞ കൗൺസിലിൻ്റെ അവസാന വർഷത്തിൽ പുതിയ നഗരസഭാ ഓഫീസിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ച് നഗരസഭാ ഓഫീസ് പ്രവർത്തനം പുതിയ കെട്ടിടത്തിലേക്ക് മാറാൻ കഴിഞ്ഞെങ്കിലും 2ാം നിലയുടെയും ഓഡിറ്റ് ഓഫീസിൻ്റെയും പ്രവൃത്തികൾ പൂർത്തിയാക്കി ആയത് പൂർണ്ണ തോതിൽ പ്രവർത്തന സജ്ജമാക്കേണ്ടതുണ്ട്. ഇതിൻ്റെ പ്രവൃത്തികൾ പൂർത്തീകരിക്കുന്നതിനായി ഈ ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട്. കൂടാതെ നെറ്റ് സീറോ കാർബൺ കേരള ക്യാമ്പയിൻ പദ്ധതിയുടെ ഭാഗമായ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത നഗരസഭ എന്ന നിലയിൽ നഗരസഭാ ഓഫീസിൽ സോളാർ പാനൽ സ്ഥാപിക്കുന്ന പ്രവൃത്തികളും BLDC ഫാനുകളും സംവിധാനങ്ങളും ഒരുക്കൽ പ്രവൃത്തികളും അന്തിമഘട്ടത്തിലാണ്. ആയതിനാവശ്യമായ വിഹിതം CFC ഗ്രാൻഡ് ലഭ്യമാകുന്ന മുറക്ക് നടപ്പാക്കുന്നതാണ്.
നഗരസഭ പൊതുജന സൗഹൃദമാക്കാനും ഓഫീസ് പ്രവർത്തനം കൂടുതൽ മെച്ചപ്പെടുത്താനും ISO സർട്ടിഫിക്കേഷനുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും ഈ വർഷം തുടക്കം കുറിക്കുകയാണ്. ആയതിനായി പദ്ധതി തയ്യാറാക്കിയിട്ടുള്ളതാണ്. കാർഷിക മേഖലയുടെ സമഗ്ര വികസനത്തിന് നിരവധി പദ്ധതികൾ നഗരസഭ ഇതിനോടകം നടപ്പാക്കിയിട്ടുണ്ട്. പച്ചക്കറി കൃഷി, തെങ്ങിൻ തൈ വിതരണം, പച്ചക്കറി തൈകൾ, വിത്തുകൾ എന്നിവ വിതരണം ചെയ്തതിനു പുറമെ മില്ലറ്റ് കൃഷി, കരനെൽ കൃഷി, ചെണ്ടുമല്ലി കൃഷി എന്നിവയും നഗരസഭ വിജയകരമായി നടപ്പാക്കിയിട്ടുണ്ട്. തരിശായി കിടക്കുന്ന നാളവും വയലിലെ കർഷകരെ സംരക്ഷിക്കുന്നതിനായി പല പദ്ധതികളും നടപ്പാക്കിയെങ്കിലും കാലാവസ്ഥാ വ്യതിയാനം പോലെയുള്ള കാരണം കൊണ്ട് പരാജയപ്പെടുകയാണുണ്ടായത്. ഇപ്പോൾ ആ പ്രദേശത്ത് വ്യാപകമായി മണ്ണ് നികത്തൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് വർഷം കഴിയുമ്പോഴേക്കും ആ പ്രദേശം വർഷകാലത്ത് വെള്ളക്കെട്ടുകൾ രൂപപ്പെടുന്നതിനും വേനൽക്കാലത്ത് അതിരൂക്ഷമായ വരൾച്ച സംഭവിക്കുന്നതിനും കാരണമാകുന്നതാണ്. ഇത് പാരിസ്ഥിതികമായ വലിയ അസന്തുലിതാവസ്ഥയ്ക്ക് കാരണമാകും. പരിസ്ഥിതി സംരക്ഷണത്തോടൊപ്പം കർഷകർക്ക് ഒരു സ്ഥിര വരുമാനം ഉറപ്പാക്കുന്ന തരത്തിലുള്ള വടകര ഫാം വില്ലേജ് ടൂറിസം പദ്ധതിക്ക് രൂപം കൊടുത്ത് അതിൻ്റെ പ്രാരംഭ പ്രവർത്തനത്തിന് ഈ ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട്. പ്രസ്തുത പദ്ധതി കൃഷിക്കാരെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നു. അവർക്ക് സ്ഥിരം വരുമാനം ഉറപ്പുവരുത്തുന്ന തരത്തിലാണ് പദ്ധതി വിഭാവനം ചെയ്തിട്ടുള്ളത്. പുറത്തുനിന്ന് ഒരു തരി മണ്ണ് പോലും പ്രസ്തുത പദ്ധതിക്കായി നാളവും വയലിലേക്ക് കൊണ്ടുവരാതെ എല്ലാ പ്രവർത്തനങ്ങളും പരിസ്ഥിതിക്ക് ഹാനികരമല്ലാത്ത രൂപത്തിലാണ് രൂപപ്പെടുത്തുക. 100-ൽ പരം തൊഴിലവസരം സൃഷ്ടിക്കുന്നതോടൊപ്പം പ്രാദേശിക സാമ്പത്തിക വികസനത്തിനും ഈ പദ്ധതി ഒരു മുതൽക്കൂട്ടാകും. കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട വിവിധ പ്രവർത്തനങ്ങൾക്ക് 47.7 ലക്ഷം രൂപ ഈ ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. കാർഷിക മേഖലയെ പരിപോഷിപ്പിക്കുന്നതിനും ജൈവ പച്ചക്കറിയും നെൽകൃഷിയും പ്രോത്സാഹിപ്പിക്കുന്നതിനും അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയിലും ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട്. മൃഗസംരക്ഷണം, ക്ഷീരവികസനം മേഖലയിൽ മുൻ വർഷങ്ങളിൽ നിരവധിയായ പദ്ധതികൾ നഗരസഭ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയിട്ടുള്ളതാണ്. ഇതിൻ്റെ തുടർച്ചയെന്നോണം കറവ പശുക്കൾക്ക് കാലിത്തീറ്റ വിതരണം, പാലിന് സബ്സിഡി, മുട്ടക്കോഴി കുഞ്ഞുങ്ങളുടെ വിതരണം, മൃഗാശുപത്രിക്ക് മരുന്ന് വാങ്ങൽ, പോത്തുകുട്ടി വിതരണം, കന്നുകുട്ടി പരിപാലന പദ്ധതി, പെൺ ആട്ടുംകുട്ടി വിതരണം, തൊഴുത്ത് നവീകരണം, മൃഗസംരക്ഷണ മേഖല, ഫാം തുടങ്ങിയ പദ്ധതികൾ ഏറ്റെടുക്കുന്നതിന് ഈ ബജറ്റിൽ 54 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. ഇതോടൊപ്പം അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ക്ഷീര കർഷകർക്ക് പ്രത്യേക ആനുകൂല്യവും നൽകി വരുന്നു. കൂടാതെ തെരുവ് നായ ശല്യം തടയുന്നതിൻ്റെ ഭാഗമായി നഗരസഭയ്ക്ക് സ്വന്തമായി ഒരു ABC സെൻറ്റർ നിർമ്മിക്കുന്നതിന് ആവശ്യമായ തുക ബഹുവർഷ പദ്ധതിയായി ഈ ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. നാഷണൽ ഹൈവേ വികസനത്തിൻ്റെ ഭാഗമായും മറ്റ് കാരണങ്ങളാലും അനുഭവപ്പെടുന്ന നഗരത്തിലെ വ്യവസായ മാന്ദ്യം പരിഹരിക്കുന്നതിനും കച്ചവടങ്ങളെയും ചെറുകിട വ്യവസായങ്ങളെയും ഉത്തേജിപ്പിക്കുന്നതിനാവശ്യമായ ബോധപൂർവമായ ഇടപെടൽ നമുക്ക് നടത്തേണ്ടതുണ്ട്. കൂടാതെ നഗരസഭ സർവേ നടത്തി ID കാർഡുകൾ അനുവദിച്ച നഗരത്തിലെ തെരുവ് കച്ചവടക്കാരെ ഒരു കേന്ദ്രീകൃത സംവിധാനത്തിലേക്ക് വിന്യസിച്ചുകൊണ്ട് നിയമാനുസൃത മാർഗത്തിലൂടെ കച്ചവടം നടത്തിവരുന്ന കച്ചവടക്കാരെ സംരക്ഷിക്കുന്നതിനും നഗരത്തിലേക്ക് കൂടുതൽ ആളുകളെ ആകർഷിക്കുന്നതിനും ആവശ്യമായ ഇടപെടൽ മുൻ കൗൺസിൽ കാലയളവിൽ തന്നെ ആരംഭം കുറിച്ചിട്ടുണ്ടെങ്കിലും ആയതിന് വേണ്ടത്ര വേഗതയും പൂർണ്ണതയും കൈവന്നിട്ടില്ല. ചെറുകിട സംരംഭകരെയും കർഷകരെയും അനുബന്ധ തൊഴിലാളികളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് സൺഡേ മാർക്കറ്റിൻ്റെയും കോട്ടപ്പറമ്പ് മാർക്കറ്റിൻ്റെയും പ്രവർത്തനം വിപുലീകരിക്കേണ്ടതുണ്ട്. ചെറുകിട വ്യവസായ മേഖലയുടെ സമഗ്ര വികസനത്തിന് ഈ ബജറ്റിൽ 99.6 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. തീരദേശ മേഖലയെ ഉത്തേജിപ്പിക്കുന്നതിനും തീരദേശവാസികളുടെയും മത്സ്യബന്ധന ഉപജീവന മാർഗമാക്കിയ വിഭാഗങ്ങൾ ഉൾപ്പെടുന്ന മേഖലയിലെയും അനുബന്ധ തൊഴിൽ മേഖലകളെയും പരിപോഷിപ്പിക്കുന്നതിനുള്ള നടപടികൾക്ക് നഗരസഭാ കൗൺസിലുകൾ മുന്തിയ പരിഗണന നൽകി വരുന്നുണ്ട്. ഇതിൻ്റെ തുടർച്ചയായി നഗരസഭയുടെ 6 കിലോമീറ്ററോളം ദൈർഘ്യമുള്ള കടൽത്തീരം വിനോദസഞ്ചാര സൗഹൃദമാക്കുന്നതിനായി സൗന്ദര്യവൽക്കരണ പദ്ധതികൾക്ക് ഈ വർഷം നമ്മൾ തുടക്കം കുറിക്കുകയാണ്. ഇതിനു പുറമെ നമ്മുടെ മുൻ കൗൺസിലുകൾ തുടങ്ങിവെച്ച പ്രവർത്തനങ്ങൾ തുടർന്നും ഈ മേഖലയിൽ നടപ്പാക്കുന്നതിനും നമ്മൾ പ്രതിജ്ഞാബദ്ധരാണ്. മത്സ്യത്തൊഴിലാളികളുടെ കുട്ടികൾക്കുള്ള ലാപ്ടോപ്പ്, ഫർണിച്ചറുകൾ ഉൾപ്പെടെയുള്ള പഠനോപകരണ വിതരണം, മത്സ്യത്തൊഴിലാളികളുടെ കേടായ വല മാറ്റി പുതിയവ നൽകൽ, മത്സ്യവിതരണത്തിനായി ഇരുചക്രവാഹനവും ബോക്സും നൽകൽ എന്നിവയ്ക്കായി ഈ ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട്. മത്സ്യമേഖലയുടെ മൊത്തത്തിലുള്ള ഉന്നമനത്തിനായി നടപ്പ് വർഷം 31.95 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. പൊതുജനാരോഗ്യ രംഗത്ത് മികച്ച നേട്ടം ഇതിനോടകം കൈവരിക്കാൻ നമ്മുടെ നഗരസഭയ്ക്ക് സാധിച്ചിട്ടുണ്ട്. നഗരസഭാ പരിധിയിൽ ഒരു ജില്ലാ ആശുപത്രിക്ക് പുറമെ കല്ലുനിര, മുഖച്ചേരി ഭാഗം, പാക്കയിൽ, പണിക്കോട്ടി, അങ്ങാടിത്താഴ എന്നിവിടങ്ങളിൽ 5 കുടുംബാരോഗ്യ കേന്ദ്രങ്ങളും
ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻ്ററുകളും ഒരു ആയുർവേദ ആശുപത്രിയും ഒരു ഹോമിയോ ആശുപത്രിയും മികച്ച രീതിയിൽ സേവനം നടത്തി വരുന്നുണ്ട്. മുഴുവൻ സാധാരണക്കാരായ ആളുകൾക്കും സൗജന്യ രീതിയിൽ മികവുറ്റ ചികിത്സാ സംവിധാനങ്ങൾ നൽകുന്നതിന് നമുക്ക് സാധിച്ചു വരുന്നുണ്ട്. ആർജിച്ച നേട്ടങ്ങൾ നിലനിർത്തി മികച്ചതും കൂടുതൽ മെച്ചപ്പെട്ടതുമായ സംവിധാനങ്ങൾ തുടർന്ന് ലഭ്യമാക്കുന്നതിനുള്ള കർമ്മ പദ്ധതികൾ ഈ കൗൺസിൽ കാലത്തും നമുക്ക് തുടരേണ്ടതായിട്ടുണ്ട്. മുൻഗാമികൾ കൈമാറി തന്ന മികവാർന്ന ആരോഗ്യ സംവിധാനങ്ങൾ കൂടുതൽ മികച്ചതാക്കാൻ നടപ്പുവർഷ ബജറ്റിലും നമ്മൾ ഊന്നൽ നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായി ജനബാഹുല്യമുള്ള ബസ് സ്റ്റാൻഡുകളിൽ പ്രാഥമിക ആരോഗ്യ പരിശോധനാ സംവിധാനം സ്ഥാപിക്കാൻ നടപ്പ് വർഷത്തിൽ ഹെൽത്ത് ATM എന്ന പേരിൽ ഒരു നൂതന പദ്ധതി നമ്മൾ ആവിഷ്കരിക്കുകയാണ്. ഇന്ന് ടെലിമെഡിസിൻ സംവിധാനം പല രാജ്യങ്ങളിലും ഫലപ്രദമായി നടപ്പിലാക്കി വരുന്നുണ്ട്. ഇതിൻ്റെ ചുവട് പിടിച്ച് പ്രസ്തുത ചികിത്സാ സംവിധാനം നമ്മുടെ വടകരയിലും ഒരു പൈലറ്റ് പ്രൊജക്റ്റ് എന്ന നിലയിൽ നടപ്പിലാക്കുകയാണ്. ആദ്യഘട്ടം എന്ന നിലയിൽ നഗരസഭയിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ ജില്ലാ ആശുപത്രിയുമായി ബന്ധിപ്പിക്കുന്ന തരത്തിലാണ് പദ്ധതി രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ഇത് പിന്നീട് നഗരസഭാ തലത്തിൽ വ്യാപിപ്പിക്കാനാണ് ലക്ഷ്യം വെക്കുന്നത്. പ്രസ്തുത പദ്ധതി പ്രകാരം രോഗികൾക്ക് വിശിഷ്യ പ്രായമുള്ളവർക്കും ഗർഭിണികൾക്കും അവരുടെ യാത്രയും ചിലവും ഒഴിവാക്കി പെട്ടെന്ന് തന്നെ ചികിത്സാ സഹായം ലഭ്യമാക്കുക എന്നതാണ് ലക്ഷ്യം വെക്കുന്നത്. ആരോഗ്യ മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി നടപ്പ് വർഷത്തിൽ 1.31 കോടി രൂപ ഈ ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. മാലിന്യ സംസ്കരണ രംഗത്ത് തനതായ പദ്ധതികൾ ആവിഷ്കരിച്ച് കേരളത്തിന് തന്നെ മാതൃകയായ നഗരസഭയാണ് നമ്മുടെ നഗരസഭ. ഹരിതകർമ്മ സേനയുടെ പ്രവർത്തനം ഇന്ന് കേരളത്തിൽ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി ശുചിത്വ മേഖലയുടെ നട്ടെല്ലായി പ്രവർത്തിച്ചു വരികയാണ്. 2021 ഒക്ടോബർ 2 സമ്പൂർണ്ണ മാലിന്യമുക്ത നഗരസഭയായി പ്രഖ്യാപിക്കപ്പെട്ട നമ്മുടെ നഗരസഭയ്ക്ക് പ്രസ്തുത നേട്ടം നിലനിർത്തേണ്ടതായിട്ടുണ്ട്. നഗര കേന്ദ്രീകൃതമായ ഒരു സംസ്കാരത്തിലേക്ക് അതിവേഗം കുതിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ആയതിനനുസരിച്ചുള്ള മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ ഘട്ടം ഘട്ടമായി ആവിഷ്കരിച്ച് നടപ്പിലാക്കേണ്ടതുണ്ട്. ഈ മേഖലയിലെ വെല്ലുവിളികൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ നാം കൈവരിച്ച നേട്ടങ്ങൾ നിലനിർത്താനും അതിൽ നിന്നുകൊണ്ട് ഭാവി കർമ്മ പരിപാടികൾക്ക് പദ്ധതികൾ ആവിഷ്കരിക്കാനും നമുക്ക് കഴിയുകയുള്ളൂ. നെറ്റ് സീറോ കേരള ക്യാമ്പയിൻ്റെ ഭാഗമായി ഊർജ്ജ സംരക്ഷണ പ്രവർത്തനം മാതൃകാപരമായി ഏറ്റെടുത്തതിനുള്ള ജില്ലാതല പുരസ്കാരം മുൻ കൗൺസിൽ കാലയളവിൽ നമുക്ക് ലഭിച്ചിട്ടുള്ളതാണ്. ഇതിൻ്റെ തുടർച്ചയായി ഹരിത കേരള മിഷൻ അനുവദിച്ച 55 ലക്ഷം രൂപ ചെലവിൽ വടകര ആയുർവേദ ആശുപത്രി കോമ്പൗണ്ടിൽ ബയോ മെത്തനൈസേഷൻ പ്ലാന്റിൻ്റെ നിർമ്മാണം നടത്തുന്നതിനുള്ള പദ്ധതി നടപ്പിലാക്കി വരുന്നു. കൂടാതെ നെറ്റ് സീറോ കാർബൺ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി നഗരസഭയുടെ ഉടമസ്ഥതയിൽ ഓഫീസ് കോമ്പൗണ്ടിൽ ഒരു EVM ചാർജിംഗ് സ്റ്റേഷൻ സ്ഥാപിക്കുന്നതിനുള്ള പദ്ധതിക്ക് 35 ലക്ഷം രൂപ ഹരിത കേരള മിഷൻ സ്റ്റേറ്റ് ഫണ്ടിൽ നിന്നും അനുവദിച്ചിട്ടുണ്ട്. മുൻ കൗൺസിൽ കാലയളവിൽ തുടങ്ങിവെച്ച ട്രെഞ്ചിങ് ഗ്രൗണ്ടിലെ ബയോ മൈനിങ് പ്രവൃത്തി പൂർത്തിയായിട്ടുണ്ടെങ്കിലും നിശ്ചയിച്ച തുടർ പ്രവൃത്തികളായ ഹരിത പാർക്ക്, ഫുട്ബോൾ കോർട്ട്, ജീവിതശൈലീ രോഗങ്ങൾ തടയുന്നതിനുള്ള ഉപകരണങ്ങൾ സ്ഥാപിക്കൽ എന്നീ പ്രവൃത്തികൾ സമയബന്ധിതമായി പൂർത്തിയാക്കി പൊതുജനങ്ങൾക്ക് അനുഭവവേദ്യമാക്കേണ്ടതുണ്ട്. ഇതിനായി 5.52 കോടി രൂപയും നഗരസഭയിലെ MCF നവീകരണത്തിനായി 1 കോടി രൂപയും ഉൾപ്പെടെ ആകെ 7.42 കോടി രൂപയുടെ വിവിധ പ്രവർത്തനങ്ങൾ KSWMB വഴി വരും വർഷം ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നതാണ്. മാലിന്യ സംസ്കരണ രംഗത്ത് നേട്ടം നിലനിർത്തുന്നതിനായി നഗരസഭാ പരിധിയിലെ മുഴുവൻ വീടുകളിലും സ്ഥാപനങ്ങളിലും ജൈവ അജൈവ മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ നഗരസഭ ഉറപ്പുവരുത്തേണ്ടതാണ്. നിലവിൽ ഗ്രീൻ ടെക്നോളജി സെൻ്ററിൽ പ്ലാസ്റ്റിക് ബദൽ ഉൽപ്പന്ന നിർമ്മാണവും മാലിന്യങ്ങളിൽ നിന്നും പുനരുപയോഗ സാധ്യതയുള്ള വസ്തുക്കൾ നിർമ്മിക്കുന്ന പ്രവൃത്തിയും നടന്നുവരുന്നു. എല്ലാ ജലാശയങ്ങളും നീർച്ചാലുകളും തോടുകളും ശുചീകരിച്ച് നീരൊഴുക്ക് സുഗമമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളും നമ്മൾ നടത്തി വരുന്നുണ്ട്. കൂടാതെ തീരദേശത്തടിയുന്ന മാലിന്യങ്ങൾ ഇടവേളകളിൽ നീക്കം ചെയ്യുന്ന പരിപാടികളും നഗരസഭയുടെ നേതൃത്വത്തിൽ കൃത്യമായ ഇടവേളകളിൽ നടന്നു വരുന്നുണ്ട്. നീർച്ചാലുകളുടെ സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിനും കയ്യേറ്റം തടയുന്നതിനുമുള്ള നടപടികളും നഗരസഭയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതാണ്. ഇതിനുള്ള ഒരു കർമ്മ പദ്ധതിക്ക് മുഴുവൻ കൗൺസിലർമാരുടെയും പിന്തുണയും സഹകരണവും നഗരസഭയ്ക്ക് ആവശ്യമാണ്. നഗരത്തിലെ അഴുക്കുചാലുകളിലേക്ക് നിയമവിരുദ്ധമായി മാലിന്യം ഒഴുക്കിവിടുന്ന സ്ഥാപനങ്ങൾക്കെതിരെയുള്ള നടപടികൾ കർശനമായി തുടരേണ്ടതുണ്ട്. കരിമ്പനത്തോട്, ആവിക്കൽ തോട്, അരയാക്കി തോട്, വെമ്മണിത്തോട് എന്നിവ മാലിന്യരഹിതമാക്കി സംരക്ഷിക്കാനുള്ള ഭാവി പരിപാടികളും സമഗ്ര അഴുക്കുചാൽ പദ്ധതി നടപ്പിലാക്കുന്നതിനുള്ള പദ്ധതികൾക്കും ഈ കൗൺസിൽ കാലയളവിൽ ലക്ഷ്യപൂർത്തീകരണം സാധ്യമാക്കേണ്ടതുണ്ട്. ആയതിലേക്കായി നടപ്പ് വർഷത്തെ ബജറ്റിൽ
51.5 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. സർക്കാരിൽ നിന്നും കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ഗ്രാന്റ് വിഹിതം ലഭ്യമാകുന്ന മുറയ്ക്ക് ആവശ്യമായ തുക വകയിരുത്തി പദ്ധതികൾ പരിഷ്കരിക്കുന്നതാണ്. ദാരിദ്ര്യ ലഘുഭരണ രംഗത്ത് സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ആവിഷ്കരിച്ച വിശപ്പ് രഹിത കേരളം പദ്ധതി അതിദാരിദ്ര്യമുക്ത നഗരസഭ പ്രഖ്യാപനം നടത്തിയ നമ്മുടെ നഗരസഭ ഈ വിഭാഗത്തിൽപ്പെട്ട 202 കുടുംബങ്ങളെ അതിദാരിദ്ര്യത്തിൽ നിന്നും മുക്തമാക്കിയിട്ടുണ്ട്. കൂടാതെ 9 DPRകളിലായി ലൈഫ് PMAY പദ്ധതി വഴി 779 വീടുകൾ നിർമ്മിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇതിനു പുറമെ നഗരസഭാ പരിധിക്ക് പുറത്ത് ഭൂമിയുള്ള നഗരസഭാവാസികളായ 9 പേർക്ക് കൂടി ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തി വീടുകൾ നൽകാനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ മേഖലയിലും തുടർ പ്രവർത്തനം എന്ന നിലയിൽ ഭവന നിർമ്മാണത്തിനും ഭവന പുനരുദ്ധാരണത്തിനും ഭൂരഹിത ഭവനരഹിതർക്ക് ഭൂമി വാങ്ങി വീട് വെക്കുന്നതിനും ആശ്രയ അതിദരിദ്ര വിഭാഗത്തിൽപ്പെട്ട കുടുംബങ്ങളായി 207 പേർക്ക് പ്രതിമാസ ഭക്ഷ്യക്കിറ്റുകൾ അനുവദിക്കുന്നതിനുള്ള പദ്ധതിയും ഭൂരഹിത ഭവനരഹിതരായ അതിദരിദ്ര വിഭാഗത്തിൽപ്പെട്ട 2 പേർക്ക് വാടകയ്ക്ക് താമസിക്കുന്നതിനുള്ള വാടക അനുവദിക്കുന്നതിനുള്ള പദ്ധതികൾക്കും ഈ വർഷത്തെ ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട്. ദാരിദ്ര്യ ലഘൂകരണ വിഭാഗത്തിലെ പദ്ധതികൾക്കായി 1.86 കോടി രൂപ നടപ്പ് വർഷത്തെ പദ്ധതിയിൽ വകയിരുത്തിയിട്ടുണ്ട്. PMAY ഗുണഭോക്താക്കൾക്ക് അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പ്രത്യേക ആനുകൂല്യം നൽകി വരുന്നു. വിദ്യാഭ്യാസം, കല, കായിക മേഖലയിൽ അമൂല്യമായ നേട്ടം കൈവരിച്ച ഒരു നഗരസഭയാണ് നമ്മുടേത്. മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് മാതൃകയാകുന്ന നൂതന പദ്ധതികൾക്ക് തുടക്കം കുറിക്കാൻ കഴിഞ്ഞ കൗൺസിൽ കാലയളവുകളിൽ നമുക്ക് കഴിഞ്ഞിട്ടുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതിയാണ് സ്പേസ്. അതിൻ്റെ തുടർ പ്രവർത്തനം എന്ന നിലയിൽ സ്കോളർ പദ്ധതി നടപ്പിലാക്കി തുക വകയിരുത്തിയിട്ടുള്ളതാണ്. കൂടാതെ ദിശ പദ്ധതി നിലവിലുള്ള രീതിയിൽ തുടരേണ്ടതായിട്ടുണ്ട്. നാരായണ നഗരം ഗ്രൗണ്ടിൽ പണി പൂർത്തിയായി വരുന്ന ഇൻഡോർ സ്റ്റേഡിയം പ്രവൃത്തി പൂർത്തിയാക്കി കായിക പ്രേമികൾക്ക് തുറന്നു കൊടുക്കുന്നതിനുള്ള ഊർജിതമായ ശ്രമങ്ങൾ നടന്നു വരികയാണ്. LSS USS വിജയികൾക്കുള്ള അനുമോദനം, SSLC +2 വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനം എന്നിവ വിദ്യാർത്ഥികൾക്കുള്ള പ്രോത്സാഹന പരിപാടികളായി നടത്തി വരുന്നതാണ്. കുട്ടികളിലും പൊതുജനങ്ങളിലും വായനാശീലം വളർത്തുന്നതിനായി നമ്മുടെ ലൈബ്രറികൾ എന്നും മാതൃകാ സ്ഥാപനങ്ങളാണ്. നഗരസഭാ പരിധിയിലെ അംഗീകൃത ലൈബ്രറികൾക്ക് പത്രമാസിക ധനസഹായം നൽകുന്നതിനുള്ള പദ്ധതി തുടരുന്നതിന് പദ്ധതികളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ കടത്തനാടിൻ്റെ പരമ്പരാഗത ആയോധന കലയായ കളരിയെ സംരക്ഷിക്കുന്നതിനും പരിപോഷിപ്പിക്കുന്നതിനുമുള്ള പദ്ധതികൾ തയ്യാറാക്കിയിട്ടുള്ളതാണ്. ആയതിനായി നഗരസഭാ ബജറ്റിൽ 1.16 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. മുൻ കൗൺസിൽ കാലയളവിൽ നഗരഹൃദയത്തിൽ പൂർത്തിയാക്കിയ സാംസ്കാരിക ചത്വരം ഏവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റിയ ശ്രദ്ധേയമായ സാംസ്കാരിക രംഗത്തെ ഒരു ഇടപെടലാണ്. ഇവിടെ അനുദിന വിവിധങ്ങളായ സാംസ്കാരിക പരിപാടികൾ നടത്തി വരുന്നുണ്ട്. നേരത്തെ തീരുമാനിച്ച ആർട്ട് ഗാലറിയുടെ നിർമ്മാണം പൂർത്തീകരിക്കപ്പെടേണ്ടതുണ്ട്. കടത്തനാടിൻ്റെ കളരി പാരമ്പര്യത്തെ വിനോദസഞ്ചാരികളിലേക്ക് എത്തിക്കുന്ന തരത്തിലാണ് കളരി അക്കാദമി രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും ഈ കൗൺസിൽ കാലയളവിൽ പദ്ധതികൾ ആവിഷ്കരിക്കേണ്ടതുണ്ട്. അറക്കിലാട് സ്ഥിതി ചെയ്യുന്ന വടകര നഗരസഭയുടെ വാതക ശ്മശാനത്തിൽ അധിക ഫർണസ് ഒരുക്കുകയും ശവസംസ്കാരം വീട്ടുപറമ്പിൽ നിന്ന് ശ്മശാനത്തിൽ തന്നെ നടത്താൻ ബോധവൽക്കരണം നടത്തുകയും ചെയ്യുന്നതാണ്. നഗരത്തിൽ അനുഭവപ്പെടുന്ന ഗതാഗത കുരുക്ക് പരിഹരിക്കുന്നതിനുള്ള സമഗ്രമായ ഒരു പദ്ധതിയും ജംഗ്ഷനുകൾ വിപുലീകരിക്കുന്നതിന് ഉൾപ്പെടെയുള്ള പദ്ധതിയും ആവിഷ്കരിക്കേണ്ടതുണ്ട്. ആയതിനുള്ള റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായി ദേശീയ ഏജൻസിയായ നാപ്ടെക്കിനെ ചുമതലപ്പെടുത്തുന്നതിനായി പദ്ധതിയിൽ 15 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. മിനി ഗോവ ടൂറിസം പദ്ധതി രൂപീകരിച്ച സർക്കാരിൻ്റെ പരിഗണനയ്ക്ക് മുൻ കൗൺസിൽ കാലയളവിൽ നമ്മൾ പദ്ധതി സമർപ്പിച്ചിട്ടുണ്ട്. ടൂറിസവുമായി ബന്ധപ്പെട്ട ഏറെ സാധ്യതയുള്ള ഒരു നഗരമാണ് വടകര. നഗരസഭയുടെ 6 കിലോമീറ്ററോളം വരുന്ന തീരപ്രദേശത്തെ ഉൾപ്പെടുത്തി ഒരു ടൂറിസം പദ്ധതിക്ക് ഈ കൗൺസിൽ കാലയളവിൽ പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. പശ്ചാത്തല മേഖലയുടെ വികസനത്തിൽ നമ്മുടെ നഗരസഭ ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട്. നഗരസഭയിലെ എല്ലാ വാർഡുകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഗതാഗത സൗകര്യം നഗരസഭയിൽ നേരത്തെ തന്നെ നിലവിലുണ്ട്. 48 വാർഡുകളിലും റോഡ് മെയിൻ്റനൻസിന് 5.5 കോടി രൂപയും ഓരോ വാർഡിലും ഒരു പുതിയ റോഡ് നിർമ്മിക്കുന്നതിന് 2.5 കോടി രൂപയും ഈ ബജറ്റിൽ വകയിരുത്തുന്നു. വരും വർഷങ്ങളിൽ നഗരസഭയിൽ കുണ്ടും കുഴിയുമില്ലാത്ത റോഡ് എന്ന ലക്ഷ്യത്തിനായി ഈ വർഷം തുടക്കം കുറിക്കുകയാണ്. കുടുംബശ്രീ പ്രവർത്തനം വളരെ കാര്യക്ഷമമായി വടകര നഗരസഭയിലും നടന്നു വരികയാണ്. കോട്ടപ്പറമ്പ് പ്രൊജക്റ്റ്, BOT പ്രൊജക്റ്റ് എന്നിവ പ്രാവർത്തികമാക്കുന്നതിനുള്ള ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. വടകര കോട്ടപ്പറമ്പ് വികസനത്തിനായി വലിയൊരു പദ്ധതി വിഭാവനം ചെയ്തിരുന്നു.
കോട്ടപ്പറമ്പ് വികസനത്തിൻ്റെ മാസ്റ്റർ പ്ലാനിൽ കാലോചിതമായ ചില മാറ്റങ്ങൾ വരുത്തണമെന്ന് ചില വിദഗ്ധ അഭിപ്രായങ്ങൾ വന്നതിനാൽ ആ പദ്ധതി ചില മാറ്റങ്ങൾക്ക് വിധേയമാക്കേണ്ടതുണ്ട്. ഒഴിഞ്ഞുകിടക്കുന്ന കോട്ടപ്പറമ്പ് പ്രദേശം വനിതാ സംരംഭം എന്ന നിലയിൽ വനിതാ ഭക്ഷണശാലയ്ക്ക് താൽക്കാലിക ലൈസൻസിംഗ് സംവിധാനത്തിൽ തുടക്കം കുറിക്കുകയാണ്. ഇത് പ്രകാരം 25-ൽ പരം വനിതകൾക്ക് തൊഴിൽ ലഭിക്കുന്നതോടൊപ്പം നഗരവാസികൾക്ക് പാരമ്പര്യ ഭക്ഷണം ലഭിക്കാനുള്ള ഒരിടം സൃഷ്ടിക്കപ്പെടുകയാണ്. ഇതിനായി ബജറ്റിൽ 30 ലക്ഷം രൂപ വകയിരുത്തി നാരി ഫുഡ് സ്ട്രീറ്റ് എന്ന പദ്ധതി പ്രഖ്യാപിക്കുന്നു. വയോജനങ്ങൾ, ഭിന്നശേഷിക്കാർ, പട്ടികജാതി പട്ടികവർഗ വിഭാഗം എന്നിവരുടെ ക്ഷേമ പ്രവർത്തനത്തിനും അംഗനവാടികളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനും പോഷകാഹാര വിതരണത്തിനും 1.5 കോടി രൂപ ഈ ബജറ്റിലും വകയിരുത്തിയിട്ടുണ്ട്. നഗരസഭയിലെ ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ പരിചരണത്തിനും മാനസിക ഉല്ലാസത്തിനുമായി റീഹാബിലേഷൻ സെൻറ്റർ സ്ഥാപിക്കാൻ ഭരണസമിതി തീരുമാനിക്കുന്നു. നഗരസഭയുടെ സമഗ്ര വികസനം ലക്ഷ്യം വെച്ചുകൊണ്ട് നികുതി ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ 25/2/2026 തീയതിയിലെ യോഗം അംഗീകരിച്ച പ്രാരംഭ ബാക്കി ഉൾപ്പെടെ 116,59,38,408 രൂപ വരവും 105,49,88,396 രൂപ ചെലവും 11,09,50,012 രൂപ മിച്ചവുമുള്ള 2025-26 വർഷത്തെ പുതുക്കിയ ബജറ്റും 126,41,27,622 രൂപ വരവും 116,19,934 രൂപ ചെലവും 10,21,35,688 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന 2026-27 വർഷത്തെ മതിപ്പും ബജറ്റ് കൗൺസിലിൻ്റെ വിശദമായ ചർച്ചയ്ക്കും അംഗീകാരത്തിനുമായി സമർപ്പിച്ചുകൊള്ളുന്നു. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.